നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കറ്റാർവാഴ ജെൽ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും ഒരുപാട് കാലം, അതായത് ഏകദേശം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതിൽ കൂടുതലിരിക്കും. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലതല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് കുറേ ദിവസം ഇരിക്കും. 3 തരത്തിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഒരു തരത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി ഞാൻ പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയാൽ മതി. ഈ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. കറ്റാർവാഴ വളരെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കും അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല്, അലോവേരയുടെ ജെല്ല് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ രസം അല്ലേ. സൂര്യപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട് മോൻ. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ തലട്ടി കൊടുക്കുക. കായ വറുത്തത് ചിപ്സ് കുറച്ച് നാളായിട്ട് നന്നായിട്ട് തല്ലിക്കയറ്റുണ്ട്, അതിൻ്റെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പിമ്പിൾസൊക്കെ പോയി, പക്ഷെ ആ പാടും കൂടെ പോകണം. ഇനി ഇങ്ങനെ തേച്ച് കൊടുക്കുക. രാത്രി കിടക്കണം. കുരുക്കള് പിമ്പിൾസൊക്കെ നന്നായിട്ട് മാറും, പാടുകളും പോവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്കപ്പോൾ ആദ്യം കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഈ യെല്ലോ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, ചൊറിച്ചിലുണ്ടാക്കും. അത് നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം. നമ്മൾ കറ്റാർവാഴ കട്ട് ചെയ്തെടുത്തു, നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഈ പോർഷനിലുള്ള യെല്ലോ കളറൊക്കെ നമ്മൾ കളഞ്ഞു, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്യണം കേട്ടോ. ഒന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ആദ്യം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഫസ്റ്റ് ഇതുപോലെ കളയാം. മൂത്തത് തന്നെ നോക്കിയെടുക്കണം. കറ്റാർവാഴ എടുക്കുമ്പോൾ ഏറ്റവും താഴത്തെ പോർഷനിലുള്ള കറ്റാർവാഴ എടുക്കേണ്ടത്, മുകളിലത്തെ അല്ല കേട്ടോ. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ചെയ്യാച്ചാൽ ഇത് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞോടെ കാണിച്ചിരുന്നു, ഇതിനുള്ളിൽ നിന്ന് നമുക്ക് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ജെല്ലെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പാടാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. ആയിട്ട് ആ ഒരു ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് ടൈം നെടുകെ പിളർന്നിട്ട് എടുക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഓരോന്നായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. കത്തിയൊന്നും വേണമെന്നില്ല. നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സിയിലിട്ട് കുറേ നേരം ബീറ്റ് ചെയ്യുമ്പോൾ ചൂടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് നേരം ബീറ്റ് ചെയ്യാത്തത്. നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. തിളപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെയും തന്നെ നമുക്ക്
എടുത്ത് വെക്കാവുന്നതാണ്. പക്ഷെ എന്നാലും ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ല, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കറ്റാർ വാഴയുടെ ഒരു ചെറിയൊരു ഇതുണ്ട്, എന്തായാലും ഒരു ഹെർബലിൻ്റെ ഒരു സ്മെല്ലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് തുളസി ഇടുകയാണ്. പകരം എന്തെടുക്കാം, ഗ്രീൻ ടീ എടുക്കാം. ഗ്രീൻ ടീ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ തുളസി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത്തിരി തുളസി എടുക്കുകയാണ്. നമുക്ക് വൈറ്റമിൻ ഇയുടെ 2 ക്യാപ്സ്യൂളും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. അടുത്ത മെത്തേഡ് നമ്മളിതാ ഇതുപോലെ ഒരു പാത്രം വെക്കുക. ഇത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡാണ്. നമുക്ക് കോൺഫ്ലോറോ അങ്ങനത്തെ സ്റ്റാർച്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ചേർക്കണ്ട. ചിലർ അഗർ ചൈന ഗ്രാസ് ഒക്കെ ചേർക്കും. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തലമുടിയിലേക്കും മുഖത്തേക്കും ഇത് തന്നെ മതി നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെൽ വെച്ചിട്ട്. ഇത് തന്നെ ഒരു വലിയ സ്പൂൺ അളവിൽ ഞാൻ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഇരുന്നപ്പോൾ തന്നെ ഇതാക്കണ്ട കട്ടയായി. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് നല്ലോണം കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഒരു വലിയ സ്പൂൺ അളവിൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ജെല്ലിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 വലിയ സ്പൂൺ അളവിൽ ഫ്ലാക്സ് ജെല്ലിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബോയിൽ ആവട്ടെ. നമ്മുടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളച്ചു. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിനി ചൂടാറാൻ നിൽക്കരുത്. അപ്പം തന്നെ നമുക്ക് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ അരിക്കണം. അങ്ങനെ അരിച്ചില്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചൂടാറാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ ഇതുപോലെ അരിച്ചിട്ടെടുക്കണം. ഒരു അരിപ്പ വെച്ച് അരിച്ച വേഗം കിട്ടും. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ അലോവേര ജെല്ലിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ അലോവേര ജെൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോൺഫ്ലോറും കറ്റാർ വാഴയുടെ ജെല്ലും അതുപോലെ തന്നെ ഗ്രീൻ ടീയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി കണ്ടോ, ശരിക്കും നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഗ്രീൻ ടീയുടെയാണ് ചെറിയ ചെറിയ അംശങ്ങളൊക്കെ അതിൽ കിടക്കുന്നത്. ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ലും കറ്റാർ വാഴയുടെ പൾപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം അത്രയും ഇഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കറ്റാർ വാഴ ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന സമയമാണ്, മഴക്കാലമൊക്കെ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ 3 തരത്തിൽ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടു. ഒന്ന് നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ എന്താ ചെയ്തത്, ഫ്ലാക്സ് സീഡ് ജെല്ല് ഉപയോഗിച്ചുണ്ടാക്കി. മൂന്നാമത്തെ നമ്മുടെ കോൺഫ്ലോർ കാണിക്കാത്തത് സെയിം പ്രോസസ്സാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് അടുപ്പത്ത് വെച്ച് ഇളക്കണ സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
നമ്മുടെ കറ്റാർവാഴയുടെ പൾപ്പ്. ഓക്കെ, അപ്പൊ താങ്ക് യു പറഞ്ഞ എല്ലാവരോടും. താങ്ക് യു. താങ്ക് യു. ബൈ ബൈ.